ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിത് വീണ്ടും ഫിഷിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മളിന്ന് 3 രീതിയിലാണ് ഫിഷിങ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതായത് ഒരു വലിയ ചൂണ്ടയുണ്ട്, 2 നാടൻ ചൂണ്ടകൾ, ഒരു മെഷീൻ ചൂണ്ട. അപ്പോൾ നമ്മൾ ഈ നാടൻ ചൂണ്ടയിൽ ഇരം കോർത്ത് ഒരെണ്ണം ഇവിടെ ഇട്ട് വെക്കും. ഒരെണ്ണം ഹരീഷ്മനെ കൊണ്ട് ചെറിയ കൊളുത്ത്, വളരെ പൊടി കൊളുത്ത്, ഇത്രയും 4 കൊളുത്ത് കൊണ്ട് ഹരീഷ്മനെ കൊണ്ട് പള്ളത്തി പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇത് അതിനേക്കാൾ ഇച്ചിരി വലിയ കൊളുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെട്ടിട്ട് അവിടെ ഒരു കാട്ടി കൊണ്ടിട്ട് വെച്ചേക്കും. പിന്നെ അവിടെ മെഷീൻ ചൂണ്ടയുണ്ട്, അത് നമ്മൾ എറിയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഹരീഷ്മ ഇവിടെ നിന്ന് പള്ളത്തി പിടിക്കും, നമ്മളിത് ഇവിടെ ഇടും. എല്ലാം നടക്കുമോ? അങ്ങ് മാറ്റിയിട്, ആ തെളിഞ്ഞെടുത്തോട്ടിട്. ഒറ്റ ചൂണ്ട എന്ത് ചെയ്യപ്പം അതിങ്ങതാ ഗൈസ്. ഹരീഷ്മ ഒരു മീനെ പിടിച്ചു. ഞാൻ ഇട്ട് വെച്ചിട്ട് പോയതാണ്. അത് ഹരീഷ്മ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് അണ്ടികളിയുടെ ചേറ് വെർഷൻ. അതായത് നമ്മുടെ നാടൻ തോട്ടുകളിൽ കാണുന്ന അണ്ടികളിയല്ല, നമ്മൾ ഈ ഇതുപോലത്തെ കായലുകൾ അല്ലെങ്കിൽ ആറുകളിൽ കാണുന്ന അണ്ടികളിയാണ്. നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ശിവൻ നമ്മുടെ നാടൻ അണ്ടികളിയുടെ അത്രയുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തവനാണ്, പെട്ടെന്ന് ചത്തുപോകും തോന്നുന്നു. ഇത് തന്നെ, അത് കരിമീനാ, അല്ല കരിമീൻ പള്ളത്തി. ഗൈസ്, അങ്ങനെ ഹരീഷ്മ രണ്ടാമത്തെ മീനെയും പിടിച്ചിരിക്കുകയാണ്. ഹരീഷ്മയാണ് ഇന്നത്തെ താരം. ചെറിയ കരിമീൻ, കരിമീനല്ല, ഇത് പള്ളത്തിയാണ്. കരിമീൻ പള്ളത്തി എന്ന് പറയും. കരിമീൻ്റെ ഏകദേശം ലുക്കുണ്ട് ഇതിന്, പക്ഷെ പള്ളത്തിയാണിത്. പക്ഷേ ഞങ്ങളിത് ഉച്ചയായപ്പോൾ ഒന്ന് വീട് വരെ പോയി. ഞങ്ങൾ രാവിലെ അടുത്ത് വന്നത്, പക്ഷെ അപ്പം ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല ചൂട് കൂടിയതുകൊണ്ട് ഞങ്ങൾ വീട് വരെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞാൻ മുടിയൊക്കെ വെട്ടി. അപ്പം എന്ത് ചെയ്ത് ഞങ്ങൾ വൈകുന്നേരം വീണ്ടും വന്നിരിക്കുകയാണ്. കാറ്റ് ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പറന്ന് പോകുന്ന അത്രയും കാറ്റുണ്ട്. ചൂണ്ടൊക്കെ പറന്ന് പോവാ. എനിക്ക് കിട്ടി. അങ്ങനെ ഞാനും ഗൈസ്, നമ്മൾ അത് കരിമീൻ പള്ളത്തി, കരിമീൻ്റെ ലുക്കുള്ള പള്ളത്തി. ഇത് സാധാ പള്ളത്തി. ഗൈസ്, നമുക്കിത് ഒരു പള്ളത്തി കിട്ടിയിട്ടുണ്ട്. യെസ്, രണ്ടാമത്തെ പള്ളത്തി വീണ്ടും കിട്ടി. അത് പോകത്തില്ല. അയ്യോ ഗൈസ്, നമ്മളത് ഞാനിപ്പോൾ താഴത്ത് പോയനെ. അയ്യോ, നമ്മളത് പിടിച്ചിട്ട് മീൻ അത് എടുക്കടി, പിടിക്കുന്ന മാറുന്ന അങ്ങോട്ട്. അത് കൊളുത്തിട്ട് അത് കണ്ടത്ര. കേട്ടോ, ഇതിന്റെ പട്ടം പറത്തി കളിക്കാം. യെസ്, നമുക്ക് കിട്ടിയിരിക്കുന്നു. മീനില്ലേ, മീൻ പോയാ കണ്ട. അതിന് തിന്നാനുള്ള സമയം കൊടുക്കണം. ഇത് വലിയ കൊളുത്തായത് കൊണ്ടാണ്. കഴിച്ച് നമുക്കിത് ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, പള്ളത്തി തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇര ഇടുന്നത്, നമ്മൾ ഇതെടുക്കാൻ മറന്നുപോയി. ഒരു മൈദ കുഴച്ചെടുത്തിരുന്നെങ്കിൽ നമുക്ക് കരിമീനെ പിടിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ മൈദ എടുക്കാൻ വിട്ടു പോയതുകൊണ്ട് നമ്മളിത് പള്ളത്തിന് അഡ്ജസ്റ്റ് ചെയ്തു പോവാം. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് എടുത്തുകൊണ്ട് പോയി. അത് കൊത്തി കിട്ടി. അത് വേറെ തീറ്റ നമ്മളിന്ന് എടുത്തുകൊണ്ട് പോയി. കണ്ടോ, ഇനി വിട്ടു കൊടുക്കണം, വിടിച്ചു കൊടുക്കണം. കണ്ടോ, അപ്പം വിഴുങ്ങി. ഇങ്ങനെ വേണം പിടിക്കാൻ. ഗൈസ്, നമ്മൾ ഒരു വള്ളത്തിൽ കൂടി കിട്ടി ഹരീഷ്മനെ മീൻ പിടിക്കാൻ കൂടി പഠിപ്പിക്കുകയാണ്. ഇതുണ്ട്, ഇത്രയും ചെറിയ കൊളുത്താണ്. അത് എന്തായാലും ഇതിനകത്ത് വായി പോകാനുള്ള മുഴുകാനുള്ളതുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊത്തുമ്പോഴേ വലിച്ചു വന്നത് കിട്ടത്തില്ല. ആട് വാരി വലിക്ക്. യെസ്, അങ്ങനെ ഹരീഷ്മ പറഞ്ഞ പിടിച്ച് പഠിച്ച്. കണ്ട, അപ്പോൾ അത് എല്ലാം മഞ്ഞപ്പള്ളത്തിയാണ്. ഗൈസ്, നമുക്കിത് വീണ്ടും ഒരു മീനെ കൂടെ കിട്ടിയിട്ടാണ്. ഹരീഷ്മയാണ് പിടിച്ചേക്കുന്നത്. പൊക്കടി. യെസ്, ഇത് എവിടെ പോവാ? ഇതിൻ്റെ ഒരു കരിമീൻ ഒരു വള്ളത്തിനെ പിടിച്ചാണ് നീ ഇത്ര ഓടി പോകുന്നത്. അപ്പോൾ പോയി അവിടെ കണ്ടെത്തി വിടാൻ. ഹരീഷ്മ രണ്ടാമത് ഇതേ കരിമീൻ പള്ളത്തിനെ പിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കളർ കണ്ട, കരിമീൻ്റെ കളർ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഇവനെ വെള്ളത്തിട്ടൊന്ന് മുക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതുണ്ട്, ഇവനാണ് കരിമീൻ പള്ളത്തി. ഇവൻ ആക്ച്വലി ഇവൻ കരിമീനല്ല.
കരിമീനല്ല, പക്ഷെ കരിമീൻ്റെ അതേ ലുക്കിലുള്ള പള്ളത്തിയാണ്. ഇവൻ വലുതായി കഴിഞ്ഞാൽ ചിലപ്പം ഇവൻ കരിമീനായിരിക്കും. അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. സൈഡിലോട്ട് ഓടിച്ചാൽ മതി. കിട്ടി. അങ്ങനെ ഒരെണ്ണം കൂടി ലെക്കിന് അടിച്ചതാ, സാധനം കിട്ടിയിട്ടുണ്ട്. വലിച്ചെടുത്തു. യെസ്. ഹരീഷ്മ എന്നെക്കാളും കൂടുതൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കിട്ടിയാ? ഗൈസ്, ഹരീഷ്മ വീണ്ടും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരെണ്ണം പോലും കിട്ടുന്നില്ല. നല്ല കിടില മഞ്ഞ കളർ. വിട്ടുപോയി. അപ്പോൾ കാശ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച് ഒത്തിരി ഒന്നും നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ല. ഞങ്ങളിനി അപ്പുറത്തെ സൈഡിലൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ കുറച്ച് നേരം കാസ്റ്റ് ചെയ്തൊക്കെ നോക്കി, കാസ്റ്റ് ചെയ്തിട്ട് രക്ഷയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടി പോയി ഒന്ന് ഇട്ട് നോക്കാം. കിട്ടും. കാശ് ഞങ്ങളിത് ഇന്നത്തെ ഫിഷിങ് അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മൾ പ്രതീക്ഷ അത്രയും മീനൊന്നും കിട്ടിയില്ല. നമ്മൾ രാവിലെ തൊട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്. ഹരീഷ്മയും കുറേ ട്രൈ ചെയ്ത് നോക്കി, കുറച്ച് കിട്ടി. ആറ്റണ്ടിളി, കുറച്ച് കരിമീപ്പള്ളത്തി, അങ്ങനെ കുറച്ച് മീനെ കിട്ടി. പക്ഷേ നമ്മൾ പ്രതീക്ഷ അത്രയും കിട്ടിയില്ല. എന്തായാലും രാവിലെ വന്നു. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കാലാവസ്ഥ മോശമായതുകൊണ്ടായിരിക്കും. പിന്നെ നല്ല കാറ്റായിരുന്നു, നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഇടാനും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഫിഷിങ് തീർന്നു. ഇനി കിട്ടിയ മീൻ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയി വറുത്ത് കഴിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ കഴിച്ച് ഞങ്ങളിതേ വീട്ടിൽ വന്നപ്പോൾ തന്നെ നല്ല കിടിലം മഴ നനഞ്ഞാണ് ഞങ്ങൾ വന്നത്. പുറത്തൊക്കെ നല്ല കിടിലം മഴയാണ്. കുറച്ച് മീനേ കിട്ടിയുള്ളൂ. അതിൽ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം രാവിലെ തൊട്ട് ഞങ്ങൾ പോയി കഷ്ടപ്പെട്ടാണ്. അപ്പോൾ കിട്ടിയ മീൻ ഇതേ ഹരീഷ്മ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മീനിൻ്റെ നമ്മളിതേ വറുത്തെടുക്കുകയാണ്, മുളകപ്പറ്റി വറുത്തെടുക്കുകയാണ്. ഞങ്ങളിതേ കുറച്ച് കപ്പ കരിമീൻ പിടിക്കാൻ വേണ്ടി മേടിച്ചാണ്. പക്ഷെ ബാക്കി ഉണ്ടായിരുന്നിടത്ത് ഞങ്ങളിതേ ഇപ്പം പുഴുങ്ങി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇതായിരുന്നു. ഞാൻ രാവിലെ പോയി മീൻ പിടിക്കാൻ പോയി. പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടിയ വെച്ച് നമ്മൾ വറുത്ത് കപ്പയും മീൻ വറുത്തതും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരം കഴിക്കുന്നത്. വൈകുന്നേരം വരെ ആയി ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് സെറ്റപ്പൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും സമയമായി. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. നമ്മൾ എന്നും ഫിഷിങ്ങിന് പോകുമ്പം പ്രതീക്ഷിക്കുന്ന പോലെ മീൻ കിട്ടണമെന്നില്ല. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് റിസൾട്ട് എന്തെങ്കിലും ആയിട്ട് കിട്ടും. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഒട്ടും കിട്ടിയില്ല, അതിൻ്റെ ഒരു വിഷമം കൂടിയുണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. എന്തായാലും ഇത് വാർത്ത അടിപൊളിയായിട്ടുണ്ട്. GoPro, stop recording.